നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ ചെന്നാൽ അടി ഉറപ്പാണ്. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അപ്പോൾ തന്നെ അധ്യാപകൻ ഇങ്ങനെ തൂക്കിയെടുക്കും. ചിലപ്പോൾ ചെവി പിടിച്ചൊരു തിരുമാണ്. തിരുമെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കിഴുക്ക്. അതുമല്ലെങ്കിൽ ചൂരൽ വടിയെടുത്ത് നേരെ നിക്കർ നോക്കി പിടയ്ക്കുന്ന അടി. അടിയുടെ വേദനയിൽ എത്ര പുളഞ്ഞാലും സ്കൂൾ വിട്ട് പുറത്തിറങ്ങിയാൽ അധ്യാപകനെ കാണുമ്പോൾ വലിയ ബഹുമാനമാണ്, സ്നേഹവും. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ അധ്യാപകൻ ഇങ്ങനെ മർദ്ദിക്കുന്നത് എന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കൾ ചോദിക്കും. ഈ അധ്യാപകർക്കൊക്കെ പുറത്തു വെച്ച് കാണുമ്പോൾ വലിയ വാത്സല്യമാണ്. പ്രത്യേകിച്ച് അടി കൂടുതൽ കൊള്ളുന്ന കുട്ടികളോട് അവർക്കൊരു പ്രത്യേക കരുതൽ. അന്ന് ഈ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളെ കാണാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ വരും. എന്നിട്ട് അപ്പനോട് പറയും, അവനിട്ട് ഞാൻ 2 പൊട്ടിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാകണമല്ലോ. സാർ ഒന്നും നോക്കേണ്ട, വെച്ചു പിടച്ചേക്കാൻ അപ്പനും പറയും. അതൊക്കെ അന്നത്തെ ഒരു കാലം. ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു നിർണായക വിധി. ഈ വിധി നമ്മൾ കണ്ണു തുറന്ന് കാണണം. ഇന്ന് കുട്ടികളെ ചൂരൽ വടിയൊന്നും വേണ്ട, ചെറുതായി കൈവച്ചൊന്ന് അടിച്ചാൽ മതി, അപ്പോൾ തന്നെ പോലീസ് കേസ് ഉൾപ്പെടെ അധ്യാപകനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. നാട്ടുകൂട്ടമൊക്കെ ചേർന്ന് പരസ്യ വിചാരണ നടത്തും. പിന്നീട് കുട്ടിയുടെ മൈനർ പ്രായം ഇതൊക്കെ പരസ്യ ചർച്ചയിലേക്ക് വരും. പാലക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു സംഭവം അതത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി അധ്യാപകൻ പ്രിൻസിപ്പലിനെ ഏൽപ്പിക്കുന്നു. പ്രിൻസിപ്പലിൻ്റെ മുറിയിലെത്തിയ വിദ്യാർത്ഥി കൈ ചൂണ്ടി പ്രിൻസിപ്പലിനോടൊന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അടുത്ത് നിന്ന് ഇതൊരു വീഡിയോയിലാക്കിയ അധ്യാപകന് നേർക്ക് ആ വിദ്യാർത്ഥി പറയുന്നു, മൊബൈൽ ഫോൺ തന്നില്ലെങ്കിൽ തന്നെ അങ്ങ് തീർത്ത് കളയും. തീർത്ത് കളയുമെന്ന് പറഞ്ഞാൽ തീർത്ത് കളയും. പുറത്തേക്കൊന്ന് ഇറങ്ങി വാ. കൊന്നിടുമെന്ന് പറഞ്ഞാൽ കൊന്നിടും. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല. എന്നാൽ അനധികൃതമായി ഫോൺ കൊണ്ടുവന്നത് പിടിച്ചു വെച്ച അധ്യാപകനെതിരെയാണ് ഈ കൊലവിളി. അതൊരു പാലക്കാട് സ്കൂളിലെ മാത്രം സംഭവമല്ല, കേരളത്തിലെ മിക്കവാറും സ്കൂളുകളിലെ സ്ഥിതി ഇതാണ്. വിദ്യാർത്ഥികളെ ഭയപ്പെട്ടാണ് ഇപ്പോൾ അധ്യാപകർ സ്കൂളിൽ പഠിപ്പിക്കാനെത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒന്നും അധ്യാപകർ ചെയ്യുന്നേയില്ല. അതിന് SFIയുടെയോ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയോ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളല്ലെങ്കിൽ പോലും അധ്യാപകർ പൊതുവെ ഒന്ന് പരിങ്ങി നിൽക്കും. ചുരുക്കത്തിൽ ഇന്നത്തെ അധ്യാപകരൊക്കെ പഴയ അധ്യാപകരുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വെറും മരവാഴകളായിപ്പോയി. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അവരെ മരവാഴകളാക്കി. പഠിപ്പിക്കുന്നതിന് ശമ്പളം മേടിച്ച് വീട്ടിൽ പോയാൽ മതിയല്ലോ, പിന്നെ വേറെ എന്തിനു തലവേദന പിടിക്കണം? ആ പിള്ളേർ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ, അതാണിപ്പോൾ മിക്ക അധ്യാപകരുടെയും ഭാവം. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലൊക്കെ കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും ഇപ്പോൾ തകൃതിയായി നടക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് തൂക്കിയെടുത്തത് 2 കിലോ കഞ്ചാവാണ്. ഇന്നലെ നമ്മുടെ കേരള ഹൈക്കോടതി ഒരു ഉഗ്രൻ വിധി പുറപ്പെടുവിച്ചു. ഇത് നമ്മൾ കണ്ണു തുറന്ന് കാണണം, കാതു തുറന്ന് കേൾക്കണം. വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനും അച്ചടക്കം ശീലിപ്പിക്കുന്നതിനുമായി അധ്യാപകർ നൽകുന്ന ചെറിയ ശിക്ഷകൾക്ക് പോലും അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്നുവെന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. ഈ നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. സ്കൂളിലോ കോളേജിലോ ഒക്കെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരു പരാതി ലഭിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അധ്യാപകന് നോട്ടീസ് നൽകി പ്രാഥമിക അന്വേഷണം നടത്തി കേസിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പ്രാഥമിക അന്വേഷണ സമയത്ത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ തൻ്റെ മകനെ ഒരു അധ്യാപകൻ വടികൊണ്ട് തല്ലി എന്ന് കാട്ടി പിതാവ് നൽകിയ ഹർജിയിൽ വിഴിഞ്ഞം പോലീസ് എടുത്ത ക്രിമിനൽ കേസിലാണ് നിർണായകമായ ഈ വിധി ഹൈക്കോടതി പറഞ്ഞത്. ആ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിക്കാനും കോടതി ഉത്തരവിട്ടു. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളുടെ സ്വഭാവവും അച്ചടക്കവും മെച്ചപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ നടപടികൾ കൈക്കൊള്ളാൻ അധ്യാപകർ ഭയപ്പെടുകയാണ് എന്ന് കോടതി പറഞ്ഞു. നല്ലത് കരുതി എന്തെങ്കിലും ചെയ്താൽ പോലും ആ അധ്യാപകർ പിന്നീട് കുടുങ്ങും. വിദ്യാർത്ഥികളുടെ നന്മയെ കരുതി ഒരു ശിക്ഷ കൊടുക്കാമെന്ന് വെച്ചാൽ പോലും ഈ അധ്യാപകർക്ക് പിന്നീട് ക്രിമിനൽ കേസ് അടക്കമുള്ള നടപടികൾ നേരിടേണ്ടതായി വരും. മുൻപ് അധ്യാപകർ ഏർപ്പെടുത്തിയിരുന്ന അച്ചടക്ക നടപടികൾ വിദ്യാർത്ഥികളുടെ ഭാവി മികച്ച രീതിയിൽ വാർത്തെടുക്കാൻ സഹായിച്ചിരുന്നുവെന്ന് കോടതി ഓർമ്മപ്പെടുത്തി. സംഗതി സത്യവുമാണ്. ഒരു വിദ്യാർത്ഥിയുടെ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ ഉന്നതിയിൽ അധ്യാപകന് വലിയ പങ്കാണുള്ളത്. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ മികച്ച ഭാവിക്ക് വേണ്ടി മാതാപിതാക്കൾ അധ്യാപകന് വലിയ പങ്കാണ് പിന്നീട് നൽകുന്നത്. ഇവിടെ മാതാപിതാക്കൾ അധ്യാപകർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകണം.
അധ്യാപകർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ അവിടെ ക്രിമിനൽ കേസ് പോലുള്ള ഭീഷണികൾ ഉണ്ടാകാൻ പോലും പാടില്ല. എന്നാൽ അധ്യാപകരുടെ എല്ലാ പ്രവൃത്തികളും നല്ലതെന്ന് പറയാനും കഴിയില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിദ്യാർത്ഥികളെ ഉപദേശിച്ചതിൻ്റെ പേരിലോ ചെറിയ ശിക്ഷ നൽകുന്നതിൻ്റെ പേരിലോ അധ്യാപക സമൂഹമാകെ കേസ് നേരിടേണ്ടി വരുന്ന സ്ഥിതി പാടില്ല എന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ കാലത്തെ യുവതലമുറയുടെ സ്വഭാവം അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ് എന്ന് കോടതി പറഞ്ഞു. അവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നു. ചിലർ ലഹരിയും മദ്യത്തിനുമൊക്കെ അടിമപ്പെടുന്നു. മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സ്കൂളുകളിൽ. അധ്യാപകരുടെ നിഴൽവെട്ടം കണ്ടാൽ വിദ്യാർത്ഥികൾ ഭയപ്പെടും. അധ്യാപകരെ കാണുന്ന മാത്രയിൽ തന്നെ അച്ചടക്കത്തോടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെയായിരുന്നു മുൻപ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭയപ്പെടുത്തുന്നു, അവരെ കായികമായി ആക്രമിക്കുന്നു, അവരെ തടഞ്ഞു വയ്ക്കുന്നു. പഠിപ്പിക്കുക മാത്രമല്ല അധ്യാപകരുടെ ജോലി, മറിച്ച് അടുത്ത തലമുറയ്ക്ക് പ്രചോദനവും ലക്ഷ്യബോധവും ഉണ്ടാക്കി നൽകുക കൂടിയാണ്. നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ അധ്യാപക ലോകത്തിനാണ്. അവരെ അച്ചടക്കമുള്ളവരും മികച്ച പൗരന്മാരുമായി വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും അവർക്കെതിരെ കേസും മറ്റും നൽകുന്ന രീതി ഒഴിവാക്കണമെന്ന് കോടതി പറഞ്ഞു. ഇത് അവസാനിപ്പിക്കണം. അധ്യാപകനെതിരെ സ്കൂളിൽ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചാൽ DYSP റാങ്കിൽ കുറയാത്ത മേലുദ്യോഗസ്ഥൻ്റെ അനുമതിയോടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ 14 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം നടത്തണം. കേസിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയാൽ കേസ് രജിസ്റ്റർ ചെയ്യാം. ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാനും പാടില്ല. എന്നാൽ കാര്യങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് BNS വകുപ്പ് 173(3) വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സംസ്ഥാന DGP സർക്കുലർ പുറത്തിറക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിലപാടാണ് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടത്. അധ്യാപകർക്കെതിരെ വെറുതെ കുതിര കയറുന്ന എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ നിത്യേനയെന്നോണം കേരളത്തിൽ കേൾക്കുന്നത്. രാഷ്ട്രീയവും സംഘടനാ പ്രവർത്തനങ്ങളുമൊക്കെ അധ്യാപക ലോകത്തെ തന്നെ ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു അധ്യാപകൻ എതിർ സംഘടനയിൽപ്പെട്ടയാളാണെങ്കിൽ ഒരു കേസ് വന്നാൽ അപ്പോൾ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് അയാളെ കുരുക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കാറുമുണ്ട്. പഴയ കാലഘട്ടത്തിലെ ഗുരുശിഷ്യ ബന്ധത്തിലേക്ക് ഇനി എന്ന് കടക്കുമെന്ന് നമുക്ക് ആലോചിക്കാം. എന്തായാലും അതൊക്കെ പോയ കാലമായി കണക്ക് കൂട്ടാം. ആധുനിക കാലഘട്ടത്തിൽ അധ്യാപകനേക്കാൾ പ്രാധാന്യം ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിനൊക്കെ വിദ്യാർത്ഥികൾ നൽകുന്നു. കുടുംബങ്ങളിൽ പോലും ഇപ്പോൾ കുട്ടികളെ ശിക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് ഭയമാണ്. ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടിയോ. അവരെ ഒന്ന് ശിക്ഷിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പിണങ്ങിപ്പോയാൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ കാട്ടുമോ? തങ്ങളുടെ കുട്ടി എല്ലാവരേക്കാൾ മിടുക്കനാണ് എന്ന ധാരണ അതൊക്കെ കൊള്ളാം. എന്നാൽ തങ്ങളുടെ കുട്ടിക്ക് ഒരു കുറവുമില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് വെറും മൂഢന്മാരുടെ സ്വർഗത്തിൽ. ആ കുട്ടികളെ നല്ല നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അധ്യാപകർക്ക് തന്നെ നിങ്ങൾ പങ്കിട്ട് കൊടുക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.